ലത റോഡിലേക്ക് നോക്കിയിരുന്നു. ഇനി 200 മീറ്റർ അകലത്ത് നിന്നും നമ്മളെ കൊണ്ടുപോകാൻ കാറ് വന്നുകൊണ്ടിരിക്കുന്നു. കണ്ടോ? സുമ മേപ്പ് നിതയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ ആൻറ്റിയുടെ ഫോണിൽ എങ്ങനെ കാണുന്നു? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. ഇതൊക്കെ ആൻറ്റി പഠിപ്പിച്ചു തരാം. ഒരു ഫോണും നിനക്ക് ആൻറ്റി വാങ്ങിത്തരാം കേട്ടോ. നിതയ്ക്ക് വളരെ സന്തോഷമായി. അവൾ അറിയാതെ നിതയെ സുമ നോക്കിക്കൊണ്ടിരുന്നു. കൈനഖം വെട്ടി വെടിപ്പാക്കിയിട്ടുണ്ട്. നന്നായി പുഞ്ചിരിക്കാൻ നിതയ്ക്ക് നന്നായി കഴിവുണ്ട്. നല്ല ഉത്സാഹമുള്ള കണ്ണുകൾ. പെട്ടെന്ന് നിത സുമയെ നോക്കി. പെട്ടെന്ന് സുമയും നോട്ടം മതിയാക്കി. നിതയ്ക്ക് ഫോൺ കയ്യിൽ കൊടുത്തു. അവളെ കട്ടിലിലിരുത്തി. കാർ വന്നെത്തി. ഫോൺ ഭദ്രമായി പിടിച്ചുകൊണ്ട് മുറ്റത്ത് വന്ന് നിന്ന കാർ അത്ഭുതത്തോടെ അവൾ നോക്കി. നിത ഫോൺ സുമയെ ഏൽപ്പിച്ചു. ആണിയിൽ നിന്നും ബുക്കുകൾ അടങ്ങിയ ബാഗെടുത്ത് തോളിലിട്ടു. സൗദാമിനി കതകടച്ചു പൂട്ടിട്ടു. മിനിയമ്മയുടെ കയ്യും പിടിച്ച് നിത കാറിൽ കയറി. പിന്നാലെ ലതയും സുമയും ഡോറടച്ചു. അതിവേഗം കാർ ഓടിക്കൊണ്ടിരുന്നു. കുറേ ദൂരം കഴിഞ്ഞു. ഒരു വലിയ ഗേറ്റിന് മുന്നിൽ ആ കാറ് നിന്നു. നിത ലതയോട് ചോദിച്ചു, അമ്മ, ഇതാണോ അമ്മ നിൽക്കുന്ന വീട്? സുമ നിതയോട് പറഞ്ഞു, ഇതാണ് നമ്മുടെ വീട്. അവർ കാറിൽ നിന്നിറങ്ങി. വീട്ടിൽ തുകന ഉണ്ടായിരുന്നു. ലത ചേച്ചിയുടെ അമ്മയും മോളും വന്നതറിഞ്ഞ് തുകനയ്ക്ക് വളരെ സന്തോഷമായി. നീ എപ്പോൾ വന്നു മോളെ? സുമ തിരക്കി. അമ്മേ, ഞാനിന്ന് ഓഫീസിൽ പോയില്ലല്ലോ. ചായ കുടിച്ചോ? ഇല്ലമ്മേ. സുമ കിച്ചണിലേക്ക് പോകാൻ തുടങ്ങി. തുകന പറഞ്ഞു, യാത്ര കഴിഞ്ഞ് വന്നതല്ലേ അമ്മേ, ഞാൻ ചായ കൊണ്ടുതരാം എന്ന് പറഞ്ഞുകൊണ്ട് ലത ചേച്ചിയും അമ്മയും മോളും ഇവിടെ ഇരിക്കണേ എന്ന് പറഞ്ഞവൾ അവരെ സെറ്റിയിലിരുത്തി. ലതയുടെ അമ്മ സൗദാമിനി ഇരുന്നില്ല. അവർ തുകനയുടെ പിന്നാലെ കിച്ചണിലെത്തി. തുകനയോട് ചോദിച്ചു, നീ ഇവിടുത്തെ കൊച്ചമ്മയുടെ മോളാണോ? അവൾ പറഞ്ഞു, അല്ല, പിന്നെ ഞാൻ സുമയുടെയും റാമോഹൻ്റെയും മകളാണ്. സൗദാമിനി അന്തം വിട്ടു നിന്നു. തുകന 3 കപ്പ് ചായ ഒഴിച്ചെടുത്തു. ട്രേയിൽ ഒന്നായി എടുത്തു വെച്ചു. കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ സൗദാമിനി പറഞ്ഞു, എനിക്കൊരു കപ്പ് ചായ ഇങ്ങ് തന്നിട്ട് പോയാൽ മതി. ഞാൻ ഇവിടെ ഇരുന്ന് കുടിച്ചോളാം കൊച്ചമ്മ മോളെ. അതിനെന്താ, ഒരു കപ്പ് എടുത്തോളൂ, തുകന പറഞ്ഞു. സൗദാമിനി പതിയെ ഒരു കപ്പ് ചായ കയ്യിലെടുത്തു. നല്ല ചായപ്പൊടിയായത് കാരണം നല്ല മണമുള്ള ചായ. ഹാ ഹാ ഹോ ഹാ ഹൗ. സൗദാമിനി ആസ്വദിച്ച് ചായ കുടിച്ചു. തുകന ചായയുമായി അമ്മയുടെ അടുക്കലെത്തി പറഞ്ഞു, ലത ചേച്ചിയുടെ അമ്മ എന്നെ കൊച്ചമ്മയുടെ മോളെന്നാണ് വിളിച്ചത്. അമ്മയെ കൊച്ചമ്മ എന്നാണോ വിളിക്കണേ? അവർ എത്ര പറഞ്ഞു നോക്കിയിട്ടും കൊച്ചമ്മ എന്നുള്ള വിളി മാറ്റാൻ തയ്യാറല്ല എന്നാണ് പറയണത്. ലത ചേച്ചി വിളിച്ചൂടെ കൊച്ചമ്മ എന്ന്? കൊച്ചമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അനുജത്തിയല്ലേ കുഞ്ഞമ്മ, കൊച്ചമ്മ എന്നൊക്കെ ആൾക്കാരങ്ങനെ വിളിക്കും. സൗദാമിനി ചായ കുടിച്ച് കപ്പ് കഴുകി വെച്ച ശേഷം ലതയുടെ അടുക്കലെത്തി. അവരുടെ സംഭാഷണം കേട്ട സൗദാമിനി തുകനയ്ക്ക് മറുപടി എന്നോണം പറഞ്ഞു, കൊച്ചമ്മ കുഞ്ഞ് വിഷക്കാരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അമ്മ. വെല്ലം തരണേ എന്നല്ലേ അവരെല്ലാം പറയണത് അല്ലേ? അതെ. അതിനെന്താ? തുകന ചോദിച്ചു. സ്വന്തം വീട്ടിൽ ഒരു അടുപ്പ് പുകയണമെങ്കിൽ എന്തെങ്കിലും പണി ചെയ്ത് കാശുണ്ടാക്കണം. അത് കൊടുത്ത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങണം. ഭർത്താവുണ്ടെങ്കിൽ പറയുകയും വേണ്ട. അയാൾക്കും ചോറ് കിട്ടണം, തുണി അലക്കണം, വീട്ടുവേല ചെയ്ത് വച്ചുണ്ടാക്കി വിളമ്പി ആഴ്ച കഴിഞ്ഞാൽ കണക്ക് പറച്ചിലാണ്, പിന്നെ കരച്ചിലാണ്, അടി വാങ്ങലാണ് ശമ്പളം. വരുമാനമില്ലെങ്കിൽ വീട്ടുവേലയ്ക്ക് ചിലർ പോവില്ല, ചിലർ മാപ്പിള വിടൂല, അവരുടെ വില കുറയുമെന്ന്. അങ്ങനെ പലതുണ്ട് കൊച്ചമ്മ. പിന്നെ എന്തൊക്കെയുണ്ട്? സുമ വീണ്ടും കേൾക്കാനായി ചോദിച്ചു. കൊച്ചമ്മയ്ക്ക് രസം പിടിച്ചു എന്ന് തോന്നണു. ശമ്പളം എന്തിന്? ചേട്ടൻ തരണ്ട, സ്നേഹമാണ്, കുടുംബമാണ് എന്ന് കരുതും പാവം പെണ്ണുങ്ങൾ. അവസാനം അവരുടെ മാപ്പിള ചോദിക്കും, ഭർത്താവേ അവൻ ഭീകരനാവും, പിന്നെ എത്ര മിച്ചമുണ്ടടി എന്ന് കഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും എന്തിനെന്ന് ചോദിച്ചു പോവും. അപ്പോൾ എഴിക്കാൻ പറ്റാതെ വേച്ചു പോകും. കാരണം അവളുടെ വയറ് കലം പോലെ വീർത്ത് വളരും. അത് കുഞ്ഞായാൽ പിന്നെ പാവപ്പെട്ട പെണ്ണിന് ബലഹീനതയും ആണിന് അധികാരവും വളരും. ജീവിതം വളരെ പാടാണ് കൊച്ചമ്മ. പെൺപിള്ളരെ കെട്ടിച്ചു വിട്ടാൽ ആട്ടും തുപ്പും കേൾക്കണം. വേലയ്ക്ക് വിട്ടാൽ 1 മാസമാകുമ്പോൾ ശമ്പളം കിട്ടും. അത് കൂട്ടി വച്ചാൽ ആ കൊച്ചിൻ്റെ ജീവിതം നന്നാവും. എന്തിന് കുടുംബം എന്നുപോലെ എനിക്ക് ചിന്തിച്ചു പോണി. സൗദാമിനി ഞങ്ങളടിച്ചു. ചേച്ചി വിഷമിക്കാതെ. കഥ പറഞ്ഞ് കരച്ചിലായോ? എൻ്റെയും കൊച്ചിൻ്റെയും ജീവിതം ഏകദേശം ഇതുപോലെ തന്നെ കൊച്ചമ്മ. അല്ല ചേച്ചി, ചേച്ചിയും മകളും ഈ ലോകത്തിൽ ഭാഗ്യവതികളാണ്. ചേച്ചി ഇനി കരയണ്ട. ഞങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ സ്വപ്നം കണ്ടതുപോലെ ചേച്ചി ഓർമ്മിക്കും. എന്നെ ചേച്ചിക്ക് ഇഷ്ടമുള്ളതുപോലെ വിളിച്ചോളൂ. എനിക്ക് ഒരു പരാതിയുമില്ല.
ചേച്ചി എനിക്കൊരു പേരിട്ടു എന്ന് ഞാൻ വിചാരിച്ചോളാം. രാജമ്മ, പൊന്നമ്മ, റോസമ്മ എന്നൊക്കെ പേരില്ലേ? ചേച്ചി എനിക്കിട്ട പേര് കൊച്ചമ്മ. കൊള്ളാം, സുമ പറഞ്ഞു. ഇത് കേട്ട് സൗദാമിനി പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു.